അധൂര എന്ന ഹൊറർ സീരീസ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അധൂരയുടെ ഫസ്റ്റ് എപ്പിസോഡിന്റെ സെക്കൻഡ് പാർട്ടിലേക്ക് പോകാം. കഴിഞ്ഞ എപ്പിസോഡിൽ ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ പണി നടക്കുന്ന അങ്ങോട്ടേക്ക് വന്ന ഒരാൾ എന്തോ കണ്ട് പേടിച്ച് നിൽക്കുന്നതാണ് നമ്മൾ കണ്ടത്. അയാൾ നോക്കുമ്പോൾ അവിടെ വേദാന്ത് നിൽക്കുന്നതാണ് കാണുന്നത്. അവന് എന്തോ വല്ലാത്തൊരു ഭാവം. അവന്റെ മുഖത്തും ഡ്രസ്സിലുമെല്ലാം ചോരയായ പാടുകളുണ്ട്. അയാൾ വീണ്ടും സൂക്ഷിച്ചു നോക്കിയപ്പോൾ വേദാന്ത് എന്തിനാ നോക്കി നിൽക്കുന്നതാണ് കാണുന്നത്. അവന്റെ മുമ്പിൽ രണ്ട് നായ്ക്കുട്ടികളെ കൊന്നിട്ടിരിക്കുന്നു. അത് വേദാന്ത് ആയിരിക്കുമോ കൊന്നിരിക്കുന്നത്? അവൻ അയാളുടെ നേരേക്ക് തിരിയുന്നു. അയാൾക്ക് പേടിയാകുന്നു. അവന്റെ കയ്യിൽ ഒരു ഇരുമ്പ് കമ്പി ഉണ്ടായിരുന്നു. പെട്ടെന്ന് അവൻ ബോധം വിട്ട് താഴെ വീഴുന്നു. അടുത്ത സീനിൽ വേദാന്തിനെ സ്കൂളിലെ ക്ലിനിക്കിൽ വെച്ച് ചെക്ക് ചെയ്യുകയാണ്. അവനെന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നൊക്കെ അവർ ചെക്ക് ചെയ്യുന്നു. ഈ സമയം രണ്ടു കുട്ടികൾ ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. അവർ വേദാന്തിന്റെ മേത്ത് ഡീൻ വ്യാസിന്റെ പ്രേതം കയറി ആ പ്രേതമാണ് നായ്ക്കുട്ടികളെ കൊന്നുള്ള തരത്തിൽ പറയുന്നു. ഇപ്പോഴാണ് നമ്മുടെ കഥാനായികയായ സുപ്രിയ മാം അങ്ങോട്ടേക്ക് വരുന്നത്. ഇവർ ഈ സ്കൂളിലെ സ്റ്റുഡൻസിന്റെ കൗൺസിലർ കൂടിയാണ്. കുട്ടികൾ സംസാരിച്ചത് സുപ്രിയ മാം കേട്ടിരുന്നു. രാജ്യത്തെ ഏറ്റവും നല്ല സ്കൂളിൽ വന്നിട്ട് നിങ്ങൾ ഇതൊക്കെയാണ് പഠിച്ചു വെച്ചിരിക്കുന്നത് എന്ന് സുപ്രിയ മാം അവരോട് ചോദിക്കുന്നു. സുപ്രിയ മാമിന് പ്രേതത്തിലും ഭൂതത്തിലും ഒന്നും വിശ്വാസമില്ലായിരുന്നു. സുപ്രിയ വേദാന്തിനെ നല്ലപോലെ ഒന്ന് നോക്കുന്നു. അവന്റെ തലയിൽ പരിക്ക് പറ്റിയോ എന്നെല്ലാം അവിടുത്തെ സ്റ്റാഫ് നോക്കുന്നുണ്ട്. ഈ സമയമാണ് വേദാന്ത് തന്റെ കയ്യിൽ ഒരു പാട് തെളിഞ്ഞു വന്നിരിക്കുന്നത് ശ്രദ്ധിക്കുന്നത്. അത് എന്തിന്റെ പാടാണെന്ന് അവന് മനസ്സിലാക്കുന്നില്ല. ഈ സമയം ഡീൻ ഒരു മീറ്റിംഗ് വിളിച്ചുകൂട്ടിയിരിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം ഹോസ്റ്റൽ വാർഡനായ മനോഹറിനെ വഴക്കും പറയുന്നുണ്ട്. പാതിരാത്രി വേദാന്ത് ആ ഹോസ്റ്റലിൽ നിന്ന് പോയിട്ട് നിങ്ങൾ അറിഞ്ഞില്ലേ എന്ന് അദ്ദേഹം ചോദിക്കുന്നു. ഇവിടുത്തെ എല്ലാ കുട്ടികളുടെയും സുരക്ഷയുടെ ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്. എന്നിട്ട് നിങ്ങൾ അവൻ പോയത് അറിഞ്ഞില്ലേ എന്നെല്ലാം ചോദിച്ച് ഡീൻ അയാളെ വഴക്ക് പറയുന്നു. ആയാലും കൺസ്ട്രക്ഷൻ സൈറ്റ് സുരക്ഷിതമാക്കാൻ ഡീൻ പറയുന്നു. ഈ സമയമാണ് ഡീൻ വ്യാസ് മരിച്ചു കിടക്കുന്നത് കണ്ട ചന്ദ്രപ്രകാശ് സാർ ഒരു കാര്യം പറയുന്നത്. സ്കൂളിൽ എല്ലാവരും ഇപ്പോൾ 10 വയസ്സുകാരനായ ഒരു കുട്ടി കുറെ നായ്ക്കുട്ടികളെ കൊന്ന കാര്യമാണ് സംസാരിക്കുന്നത്. ഇവിടെ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. പക്ഷേ ഇത് കേട്ടപ്പോൾ സുപ്രിയക്ക് ദേഷ്യം വരുന്നു. ആ കുട്ടിയോട് ഇതിനെക്കുറിച്ച് നിങ്ങൾ ആരെങ്കിലും അന്വേഷിച്ചു എന്ന് അവൾ ചോദിക്കുന്നു. പിന്നെ എന്തിനാണ് അവൻ ഹോസ്റ്റലിൽ നിന്ന് പാതിരാത്രിയിൽ ഡീൻ വ്യാസിന്റെ ആ ക്വാർട്ടേഴ്സ് ഉള്ള സ്ഥലത്തേക്ക് പോയതെന്ന് ചന്ദ്രപ്രകാശ് സാർ ചോദിക്കുന്നു. പക്ഷേ അതിനെല്ലാം സുപ്രിയ മറുപടിയും പറയുന്നുണ്ട്. അവന് ഹോസ്റ്റലിൽ ഒരു സമാധാനം ഇല്ലാത്തത് കൊണ്ട് അവൻ ഓടിപ്പോയതായിരിക്കുമെന്ന് സുപ്രിയ പറയുന്നു. ഇങ്ങനെ അയാൾ ചോദിക്കുന്ന എല്ലാത്തിനും സുപ്രിയ ഓരോ ന്യായീകരണങ്ങൾ കണ്ടുപിടിച്ച് പറയുകയാണ്. പിന്നെ എങ്ങനെയാണ് ആ കമ്പി അവന്റെ കയ്യിൽ എത്തിയതെന്ന് ചന്ദ്രപ്രകാശ് സാർ ചോദിക്കുന്നു. അത് ആ കൺസ്ട്രക്ഷൻ നടക്കുന്ന സ്ഥലമല്ലേ, അവിടുന്ന് കിട്ടിയതായിരിക്കുമെന്നും സുപ്രിയ പറയുന്നു. അങ്ങനെയെങ്കിൽ ആ നായ്ക്കുട്ടികൾ എങ്ങനെ കൊല്ലപ്പെട്ടുവെന്ന് അദ്ദേഹം വീണ്ടും ചോദിക്കും. അത് വലിയ ആക്സിഡന്റ് സംഭവിച്ചായിരിക്കുമെന്ന് സുപ്രിയ പിന്നെയും പറയുന്നു. ഇതെല്ലാം കേട്ട ഡീൻ ഭാഗ്യം വേദാന്തിന്റെ മേൽ അത് വീഴാതിരുന്നു എന്ന് പറയുന്നു. അങ്ങനെ വല്ലതും സംഭവിച്ചിരുന്നെങ്കിൽ നമ്മളെല്ലാവരും അഴി എണ്ണേണ്ടി വന്നേനെ. നാളെ ഇവിടെ ഒരു റീയൂണിയൻ നടക്കാൻ പോവുകയാണ്. 15 വർഷത്തിന് ശേഷമാണ് ആ കുട്ടികൾ ഇങ്ങോട്ടേക്ക് വരുന്നത്. അതിൽ ഭൂരിഭാഗം ആൾക്കാരും VIPs ആണ്. അതിനിടയിൽ ഇങ്ങനെയുള്ള വിട്ടിത്തരങ്ങളൊന്നും പറയാതിരിക്കാൻ അദ്ദേഹം പറയുന്നു. പക്ഷേ ചന്ദ്രപ്രകാശ് സാർ എന്തോ പറയാൻ പോയെങ്കിലും ഡീൻ അത് പറയാൻ സമ്മതിക്കുന്നില്ല. താങ്കൾ ഇവിടെ 5 വർഷമായി പഠിപ്പിക്കുകയല്ലേ എന്ന് ഡീൻ അദ്ദേഹത്തോട് ചോദിക്കുന്നു. അപ്പോൾ നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് താങ്കൾക്ക് നല്ലപോലെ അറിയാം. ഇതുപോലുള്ള വിട്ടിത്തങ്ങളൊന്നും പറയാതിരിക്കാൻ അദ്ദേഹം പറയുന്നു. എന്നിട്ട് എല്ലാവരും അവരവരുടെ ജോലികളിലേക്ക് തിരിച്ചു പോകാനും അദ്ദേഹം പറയുന്നു. എല്ലാവരും മീറ്റിംഗ് കഴിഞ്ഞ് പിരിഞ്ഞു പോകുന്നു. ഈ സമയം ഡീൻ സുപ്രിയയോട് തനിക്ക് സംസാരിക്കാനുണ്ടെന്ന് പറയുന്നു. അവർ അവിടെ നിന്ന് സംസാരിക്കുന്നു. ഡീൻ സുപ്രിയയോട് താൻ വേദാന്തിന്റെ പാരന്റ്സിനോട് വേദാന്തിന്റെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചുവെന്നും പക്ഷേ അവർക്കതൊന്നും തലയിൽ കയറുന്നില്ല എന്നും പറയുന്നു. എന്തിനാണ് ഈ കുട്ടിയെ നിർബന്ധിച്ച് സ്കൂളിൽ പഠിപ്പിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇതൊരു തെറ്റായ തീരുമാനമാണെന്നും അദ്ദേഹം പറയുന്നു. എന്നിരുന്നാലും നിങ്ങൾ ഈ സ്കൂളിന്റെ സ്റ്റുഡൻസ് കൗൺസിൽ ആയതുകൊണ്ട് അവനോട് ഇവിടെ നിൽക്കുന്നിടത്തോളം കാലം നല്ലപോലെ പെരുമാറാൻ പറയണമെന്ന് സുപ്രിയയോട് ഡീൻ പറയുന്നു. അവൻ ആരോടും മിണ്ടാത്തൊരു കുട്ടിയാണ്. ഇടയ്ക്കൊക്കെ ഞാൻ അവനെ ഡൈനിങ് റൂമിൽ കണ്ടിട്ടുണ്ട്. ആരോടും കൂട്ടൊന്നും കൂടാതെ ഒറ്റയ്ക്കാണ് അവൻ എപ്പോഴും ഇരിക്കാറ്. ഞാൻ എന്തായാലും അവനോടൊന്ന് ആദ്യം സംസാരിക്കട്ടെ എന്ന് സുപ്രിയ ഡീനോട് പറയുന്നു. എന്നിട്ട് അവനെ കുറിച്ച് മനസ്സിലാക്കാമെന്നും സുപ്രിയ പറയുന്നു. അത് അതുപോലെ ചെയ്യാൻ ഡീൻ പറയുന്നു. നാളത്തെ റീയൂണിയൻ പരിപാടിയിൽ നിന്ന് വേദാന്തിനെ മാറ്റി നിർത്താൻ താൻ തീരുമാനിച്ചിരിക്കുന്നതെന്ന് ഡീൻ പറയുന്നു. ക്ലാസ് കഴിഞ്ഞാൽ വേദാന്തിനെ നേരെ സുപ്രിയയുടെ ഓഫീസിലേക്കും അത് കഴിഞ്ഞാൽ ഹോസ്റ്റലിലേക്കും കൊണ്ടാക്കാൻ ഡീൻ പറയുന്നു. അങ്ങനെ അവനെ മാറ്റി നിർത്തിയാൽ കാര്യങ്ങൾ കൂടുതൽ വഷളാവില്ലേ എന്ന് സുപ്രിയ ചോദിക്കുന്നു. അതെ, പക്ഷെ തനിക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ലെന്ന് ഡീൻ വീണ്ടും വ്യക്തമാക്കുന്നു. കാരണം VVIPകളാണ് വരുന്നത്. അപ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അത് ഡീനെ വല്ലാതെ ബാധിക്കും. സുപ്രിയ അത് എഗ്രി ചെയ്ത് അവിടുന്ന് പോകുന്നു. അവിടെ താഴെ സുപ്രിയ കാത്ത് ചന്ദ്രപ്രകാശ് സാർ നിൽക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം സുപ്രിയയോട് താൻ ഡീൻ വ്യാസിന്റെ മരണത്തിന് ശേഷം ഈ സ്കൂളിൽ ചില പരിഹാരക്രിയകൾ ചെയ്യാൻ പറഞ്ഞിരുന്നു എന്ന് പറയുന്നു. പക്ഷേ സുപ്രിയക്ക് അതിലൊന്നും താല്പര്യം തോന്നുന്നില്ല. ഡീൻ വ്യാസ് ഹാർട്ട് അറ്റാക്ക് മൂലമാണ് മരിച്ചതെന്ന് സുപ്രിയ പറയുന്നു. നിങ്ങൾ അദ്ദേഹം മരിക്കുന്നത് കണ്ടിരുന്നുവെന്ന് ചന്ദ്രപ്രകാശ് സാർ ചോദിക്കുന്നു. പക്ഷേ ഞാൻ കണ്ടിരുന്നു. നിങ്ങൾ എപ്പോഴെങ്കിലും ഒരാൾ നിങ്ങളുടെ മുമ്പിൽ മരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? അദ്ദേഹത്തിന്റെ ആ ചോദ്യത്തിന് മുമ്പിൽ സുപ്രിയ ചെറുതായി പതറുന്നുണ്ട്. ശരിക്കും ഡീൻ വ്യാസിന് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? ചന്ദ്രപ്രകാശ് സാർ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? അദ്ദേഹം അവിടെ നിന്ന് പോകുന്നു. പക്ഷെ എന്നിട്ടും സുപ്രിയക്ക് അതൊന്നും വലിയ കാര്യമായി തോന്നുന്നില്ല. ഇതെന്ത് വിവരമില്ലായ്മയാണെന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകുന്നു. രാത്രിയായിരിക്കും. സ്കൂളിലെ മെസ്സാണ് കാണിക്കുന്നത്. അവിടെ കുട്ടികൾക്കെല്ലാം ഭക്ഷണം കൊടുക്കുകയാണ്. അവിടെ നമ്മുടെ ആ ബുള്ളി ഗ്യാങ് ഉണ്ട്. അങ്ങോട്ടേക്ക് വേദാന്ത് വരുന്നു. അവൻ തല താഴ്ത്തി പിടിച്ചാണ് വരുന്നത്. അവൻ പതിയെ അകത്തേക്ക് വന്ന് അവിടെ ഇരിക്കുന്ന കുട്ടികളെ നോക്കുന്നു. അവിടെയുള്ള കുട്ടികളും അവനെ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. വല്ലാത്തൊരു ഭാവത്തോടെയാണ് നോക്കുന്നത്.
നായ്ക്കളെ കൊന്നവൻ സൈക്കോ എന്നെല്ലാം ആ കുട്ടികൾ അവിടെ നിന്ന് പറയുന്നുണ്ട്. അവൻ പതിയെ നടന്ന് അവൻ ഇരിക്കാനുള്ള സ്ഥലത്തെത്തുന്നു. ആ ബുള്ളീസിന് ഇപ്പോഴും അവൻ അന്ന് രാത്രി എങ്ങനെയാണ് ആ അലമാരയ്ക്ക് പുറത്തെത്തിയതെന്ന് അറിയില്ല. അവർക്കതിൽ ഇപ്പോഴും വല്ലാത്ത സംശയമുണ്ട്. ചിലപ്പോഴത് വാർഡൻ മനോഹർ ആയിരിക്കുമെന്ന് അവർ പറയുന്നു. എന്തായാലും അവൻ ഒറ്റ ചാൻസിലെന്ന് അവർ പറയുന്നു. ഇനി ഒറ്റിയാൽ തന്നെ അവനെ എന്താ ചെയ്യേണ്ടതെന്ന് തനിക്കറിയാമെന്ന് സാർത്ഥക് പറയുന്നു. അവൻ എന്തോ മനസ്സിൽ കണ്ടിട്ടുണ്ട്. അന്ന് രാത്രി അവൻ വാഷ്റൂമിലേക്ക് എന്തോ ഒന്ന് ഉറപ്പിച്ച് കയറി ചെല്ലുന്നു. എന്നിട്ട് അവൻ ആ വാതിലടയ്ക്കുന്നു. അടുത്ത സീനിൽ വാർഡൻ മനോഹറിനെ ചെന്ന് കുട്ടികൾ വിളിക്കുന്നതാണ് കാണിക്കുന്നത്. വേദാന്തിനെ സാർത്ഥക് എന്തോ ചെയ്യുന്നുവെന്ന് അവർ പറയുന്നു. മനോഹർ ആ ഡോർ കൊട്ടി വിളിക്കുന്നുണ്ട്. വേദാന്തിനെ ഒന്നും ചെയ്യില്ലേ എന്നും പറയുന്നു. പക്ഷെ സാർത്ഥക് ഡോർ തുറക്കുന്നില്ല. വേദാന്തിനെ നീ എന്തെങ്കിലും ചെയ്താൽ ഈ സ്കൂളിൽ നിന്ന് നിന്നെ പുറത്താക്കുമെന്നെല്ലാം അയാൾ പറയുന്നുണ്ട്. പക്ഷേ എന്നിട്ടും ആ വാതിൽ തുറക്കുന്നില്ല. അയാൾ ആ വാതിൽ എങ്ങനെയെങ്കിലും തുറക്കാനായി നോക്കുന്നു. പെട്ടെന്നാണ് അതിനകത്ത് നിന്ന് എന്തോ ഒരു സൗണ്ട് കേൾക്കുന്നത്. പെട്ടെന്ന് ആ വാതിൽ വലിയ ശബ്ദത്തോടെ തനിയെ തുറക്കുന്നു. മനോഹറും കുട്ടികളും സംശയത്തോടെ അകത്തേക്ക് നോക്കുന്നു. മനോഹർ പതിയെ അതിനകത്തേക്ക് ചെല്ലുന്നു. കുട്ടികൾ പേടിച്ച് പുറത്തുതന്നെ നിൽക്കുകയാണ്. അയാൾ നോക്കുമ്പോൾ വേദാന്ത് അവിടെ നിന്ന് പല്ല് തേക്കുകയാണ്. സാർത്ഥകിനെ കാണാനുമില്ല. അയാൾക്ക് വളരെ അത്ഭുതമായി. വേദാന്തിന്റെ അടുത്ത് വന്ന് നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് അയാൾ ചോദിക്കുന്നു. ഇല്ലേ എന്ന് അവൻ തലയാട്ടുന്നു. സാർത്ഥക് എവിടെയെന്ന് അയാൾ ചോദിക്കുന്നു. എനിക്കറിയില്ല എന്ന് വേദാന്ത് പറയുന്നു. അപ്പോഴാണ് കാണിക്കുന്നത് അവിടെ ടോയ്ലറ്റിന്റെ അകത്ത് സാർത്ഥക് പേടിച്ചു വിറച്ച് നിലത്തിരിക്കുകയാണ്. അവൻ പേടിച്ചു വിറച്ച് ശ്വാസം ശക്തിയായി വലിക്കുന്ന സൗണ്ട് കേൾക്കാം. മനോഹർ അവിടെ ചെന്ന് ആ വാതിൽ തുറന്നു നോക്കുന്നു. അവൻ ടോയ്ലറ്റിൽ നിലത്തിരിക്കുകയാണ്. അവിടെയെല്ലാം വല്ലാത്ത സ്മെല്ലും വരുന്നുണ്ട്. എന്ത് പറ്റി സാർത്ഥക് എന്ന് അയാൾ ചോദിക്കുന്നു. പക്ഷെ അവൻ എന്തോ കണ്ട് പേടിച്ച പോലെ അവിടെ തന്നെ ഇരിക്കുകയാണ്. കുട്ടികൾ എല്ലാവരും അവൻ പാന്റിൽ മുള്ളി എന്ന് പറഞ്ഞ് കളിയാക്കി ചിരിക്കുന്നു. പക്ഷേ ഈ സമയമെല്ലാം വേദാന്ത് ഒന്നും അറിയാത്തവനെ പോലെ അവിടെ നിന്ന് പല്ല് തേക്കുകയാണ്. വേദാന്ത് നിന്നെ എന്താ ചെയ്തതെന്ന് മനോഹർ സാർത്ഥകിനോട് ചോദിക്കുന്നു. അവൻ മുഖമുയർത്തി മനോഹറിനെ നോക്കി അത് വേദാന്ത് അല്ല എന്ന് പറയുന്നു. അത് കേട്ടതും വേദാന്തിന്റെ മുഖഭാവം മാറുന്നുണ്ട്. അവൻ കണ്ണാടിയിലൂടെ സാർത്ഥകിനെ രൂക്ഷമായി നോക്കുന്നു. സാർത്ഥകിന്റെ നോട്ടവും വേദാന്തിൽ പതിച്ചു. വേദാന്ത് തന്നെ നോക്കുന്നത് കണ്ട് അവൻ പെട്ടെന്ന് പേടിച്ച് നോട്ടം മാറ്റുന്നു. വേദാന്ത് അപ്പോഴും രൂക്ഷമായി സാർത്ഥകിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവന്റെ മുഖത്ത് വല്ലാത്തൊരു ഭാവത്തിൽ ചിരി വരുന്നു. ഈ സമയം ആദി ഫ്ലൈറ്റിലാണ്. അവൻ ചെറിയൊരു മയക്കത്തിലാണ്. എയർ ഹോസ്റ്റസ് വന്ന് അവന്റെ അവിടെയുള്ള ആ ലൈറ്റ് ഓഫ് ആക്കിയിട്ട് പോകുന്നു. അവരുടെ ഫ്ലൈറ്റ് ബാംഗ്ലൂർ എത്താറായിട്ടുണ്ട്. പക്ഷേ ആദി എന്തോ ഒരു സ്വപ്നം കണ്ട് ഞെട്ടി ഉണരുന്നു. ആ സ്വപ്നത്തിൽ നിനാദും വേറെന്തൊക്കെയോ അവ്യക്തമായ കുറെ രംഗങ്ങളുമായിരുന്നു. അവൻ ഞെട്ടി കണ്ണു തുറന്ന് ലൈറ്റ് ഓൺ ആക്കുന്നു. ലൈറ്റ് ഓണായി ഇരിക്കട്ടെ എന്ന് അവൻ എയർ ഹോസ്റ്റസിനോട് പറയുന്നു. അവൻ ആകെ പാനിക് ആയ പോലെയുണ്ട്. അവൻ അവന്റെ ബാഗിൽ നിന്ന് ഒരു ഗുളിക എടുത്ത് കഴിക്കുന്നു. അപ്പോഴാണ് അവൻ വിൻഡോയിലെ ഗ്ലാസ്സിലെ റിഫ്ലക്ഷനിലൂടെ തന്റെ മൂക്കിലൂടെ ബ്ലഡ് ഒഴുകുന്നത് കാണുന്നത്. ഈ സമയം തന്നെ ഉറക്കത്തിലായിരുന്ന വേദാന്ത് ഞെട്ടി ഉണരുന്നത് കാണിക്കുന്നു. അവനും ശ്വാസം വല്ലാതെ വലിച്ചു വിടുന്നുണ്ട്. അവന്റെ മൂക്കിൽ നിന്നും ബ്ലഡ് വരുന്നുണ്ട്. രണ്ടുപേർക്കും എന്തോ കണക്ഷൻ ഉള്ളതുപോലെ. അടുത്ത സീനിൽ ആദി ഒരു കാറിൽ നീലഗിരി വാലി സ്കൂളിലേക്ക് വരുന്നതാണ് കാണിക്കുന്നത്. ഈ സമയം സുപ്രിയയുടെ ഓഫീസിൽ ഇരിക്കുകയാണ് വേദാന്ത്. അവൻ കളിക്കുന്ന പസിലെ ക്യാരക്ടർ സ്റ്റക്കായിരിക്കുകയാണ്. അതുപോലെ താനും സ്റ്റക്കായിരിക്കുകയാണെന്ന് അവൻ പറയുന്നു. ഇതിനിടയിൽ സുപ്രിയയ്ക്ക് ഒരു കോള് വരുന്നുണ്ട്. പക്ഷേ അവളത് എടുക്കുന്നില്ല. വീണ്ടും വേദാന്ത് അതിവിടെ സ്റ്റക്കായിരിക്കുകയാണ് തന്നെ പോലെ എന്ന് വേദാന്ത് പറയുന്നു. സുപ്രിയ അവന്റെ കയ്യിൽ പിടിക്കുന്നു. അവന്റെ മുഖത്ത് അപ്പോഴും വല്ലാത്തൊരു ഭാവമുണ്ട്. നീ എവിടെയാണ് കുടുങ്ങിയിരിക്കുന്നതെന്ന് സുപ്രിയ ചോദിക്കുന്നു. ഞാൻ ഇവിടെ കുടുങ്ങിയിരിക്കുകയാണെന്ന് അവൻ പറയുന്നു. നീ സമ്മതിക്കുവാണെങ്കിൽ ഞാൻ നിന്നെ പുറത്തു കിടക്കാൻ സഹായിക്കാമെന്ന് സുപ്രിയ അവനോട് പറയുന്നു. നമുക്ക് ഒരുമിച്ച് പുറത്തു കിടക്കാം. പക്ഷെ വീണ്ടും സുപ്രിയയ്ക്ക് ആ കോൾ വരുന്നുണ്ട്. കോൾ എടുക്കാനായിട്ട് താൻ ഇപ്പോൾ വരാമെന്ന് അവൾ വേദാന്തിനോട് പറയുന്നു. നിനക്ക് ഒറ്റയ്ക്കിരിക്കാൻ പേടിയുണ്ടോ എന്ന് അവൾ ചോദിക്കുന്നു. പക്ഷേ താൻ ഒറ്റയ്ക്കല്ലല്ലോ എന്ന് അവൻ അവളോട് പറയുന്നു. അത് കേട്ടതും അവൾ ഞെട്ടി അവനെ നോക്കുന്നു. ആ കളിക്കുന്ന കളിപ്പാട്ടത്തിന്റെ കാര്യമായിരിക്കും അവൻ പറയുന്നതെന്ന് കരുതി നീ അവനെ പുറത്തു കിടക്കാൻ സഹായിക്കുമല്ലോ എന്ന് പറഞ്ഞ് അവൾ കോൾ എടുക്കാനായി പുറത്തേക്ക് പോകുന്നു. വേദാന്ത് അവൾ പോകുന്നത് നോക്കി അവിടെ ഇരിക്കുന്നു. ഈ സമയം സ്കൂളിലേക്ക് 2007 ബാച്ചിലെ കുട്ടികളുടെ വരവായി. അവർ ഓരോരുത്തരായി ഓരോ കാറുകളിലായി വന്നു തുടങ്ങി. മിക്കവരും ഫാമിലി ആയിട്ടൊക്കെയാണ് വന്നിരിക്കുന്നത്. എല്ലാവരും വലിയ വലിയ നിലകളിലാണെന്ന് അവരെ കണ്ടാൽ തന്നെ അറിയാം. ശരിക്കും VVIPs തന്നെ. ഇത് സുയാഷാണ്. പ്രിൻസിപ്പൽ അവരെ സ്വീകരിക്കുന്നുണ്ട്. നിങ്ങളുടെ ഓട്ടോഗ്രാഫ് കിട്ടാൻ കുട്ടികൾ കാത്തിരിക്കുകയാണെന്ന് പ്രിൻസിപ്പൽ സുയാഷിനോട് പറയുന്നു. സുയാഷിന് ടിവിയിൽ കാണാറുണ്ടെന്നും പ്രിൻസിപ്പൽ പറയുന്നു. അപ്പോൾ ആളൊരു TV താരമാണ്. സുയാഷ് തന്റെ കൂടെയുള്ള ഗേൾഫ്രണ്ടിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. ഇത് തന്റെ ഗേൾഫ്രണ്ട് ആണെന്നും പേര് നാൻസി എന്നാണെന്നും പറയുന്നു. ഹോളിവുഡ് സ്റ്റാർ ആണെന്നും അവൻ പറയുന്നു. നാൻസി ആർക്കും അറിയാത്തതെന്ന് പ്രിൻസിപ്പൽ പറയുന്നു. അപ്പോഴാണ് സുയാഷ് പഴയ തന്റെ പുള്ളി കൂട്ടുകാരനായ രജത്തിനെ കാണുന്നത്. അവനെ കണ്ടതും ഓടിപ്പോയി അവൻ കെട്ടിപ്പിടിക്കുന്നു. അവരുടെ ആ സന്തോഷം അവർ പ്രകടിപ്പിക്കുന്നു. ഇത്ര കാലത്തിന് ശേഷമാണ് അവർ തമ്മിൽ കാണുന്നത്. രജത്ത് ഇപ്പോൾ വലിയൊരു ബിസിനസ്സുകാരനാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ദേവ് വരുന്നത്. അവനെ കണ്ടതും ദേ ട്രസ്റ്റ് വരുന്നുവെന്ന് രജത് പറയുന്നു. അവനപ്പോൾ ഈ സ്കൂളിന്റെ ട്രസ്റ്റിയുടെ ഭാഗമാണ്. അവന്റെ വീട്ടുകാർ പണ്ട് തൊട്ടേ ഈ സ്കൂളിന്റെ ട്രസ്റ്റിയുടെ ഭാഗമാണല്ലോ. അവനെ കണ്ടാൽ തന്നെ അതിന്റെ എല്ലാ എടുപ്പും നടപ്പും ഭാവവും എല്ലാം ഉണ്ട്. അവൻ കാറിൽ നിന്ന് ഇറങ്ങി ബാക്കിലെ ഡോർ തുറന്നു കൊടുക്കുന്നു. അപ്പോഴാണ്
അതിൽ നിന്ന് ഇറങ്ങുന്ന ആളെ നമ്മൾ കാണുന്നത് ഇത് മാളവികയല്ലേ? അതെ, പണ്ടത്തെ ആദിയുടെ കാമുകിയായ മാളവികയാണത്. അവളിപ്പോൾ ദേവിനെയാണോ കല്യാണം കഴിച്ചിരിക്കുന്നത്? ആദ്യമായി അപ്പോൾ അവൾ പിരിഞ്ഞിരുന്നുവല്ലേ? പ്രിൻസിപ്പൽ അങ്ങോട്ട് വന്ന് അവരെ വെൽക്കം ചെയ്യുന്നു. എന്നിട്ട് അവരുടെ കൂടെ നിന്ന് ഒരു ഫോട്ടോ എടുക്കുന്നു. മാളവിക രജിത്തിനെയും മറ്റും കാണുന്നു. അവൾ അവരുടെ അടുത്തേക്ക് ഓടി വരുന്നു. സ്കൂളിന് പുതിയൊരു ദിശാബോധം വേണമെന്നൊക്കെ ദേവ് വെച്ച് കാച്ചുന്നുണ്ട്. ഇവർ അത് കേട്ടിട്ട് ദേവിനെ മോക്ക് ചെയ്യുന്നുണ്ട്. ദേവിന്റെ അച്ഛന്റെ ലീഡർഷിപ്പിലാണ് ഇപ്പോൾ പണി നടക്കുന്ന ഹോസ്റ്റൽ കെട്ടിടം സാധ്യമായതെന്ന് പ്രിൻസിപ്പൽ പറയുന്നു. അത് ദേവിന് കാണണോ എന്ന് പ്രിൻസിപ്പൽ ചോദിക്കുന്നു. പിന്നെന്താ കാണാമെന്ന് ദേവ് പറയുന്നു. താൻ അതിനുള്ള അറേഞ്ച്മെന്റ്സ് ചെയ്യാമെന്ന് പ്രിൻസിപ്പൽ അവനോട് പറയുന്നു. പണ്ട് നീ ആദിരാജിനെ വരച്ച വരയിൽ നിർത്താറുണ്ടായിരുന്നത് ഓർമ്മയുണ്ടോ എന്ന് രജത് മാളവികയോട് ചോദിക്കുന്നു. ആ സമയമാണ് മാളവിക ആദിയെ കാണുന്നത്. ആദി ദേവിന്റെ അടുത്തേക്ക് വരുന്നു. അവനെ കണ്ടതും ദേവ് അവനെ കെട്ടിപ്പിടിച്ച് പരിചയം പുതുക്കുന്നു. അവനെ കണ്ടതും മാളവികയുടെ മുഖത്ത് ഒരു സന്തോഷം നിറയുന്നുണ്ട്. നീ എന്താ ഞങ്ങളുടെ കല്യാണത്തിന് വരാതിരുന്നു എന്ന് ദേവ് ആദിയോട് ചോദിക്കുന്നു. നിന്നെ വല്ലാതെ മിസ് ചെയ്തു. അതുപോലെ നിന്റെ മുത്തച്ഛന്റെ കാര്യവും ഞങ്ങൾ അറിഞ്ഞിരുന്നു എന്ന് ദേവ് പറയുന്നു. ആദിയുടെ എല്ലാമായിരുന്നു മുത്തച്ഛൻ. അദ്ദേഹം മരിച്ചുപോയി. അതിനെക്കുറിച്ചാണ് ദേവ് പറയുന്നത്. നീ ഓക്കെ അല്ലേ എന്നും ദേവ് ആദിയോട് ചോദിക്കുന്നു. അപ്പോഴേക്കും മാളവികയും രജിത്തും സുയാഷും അങ്ങോട്ടേക്ക് വരുന്നു. അവർ പരസ്പരം പരിചയം പുതുക്കുന്നു. മാളവികയും ആദിയും പരസ്പരം ഹഗ് ചെയ്ത് പരിചയം പുതുക്കുന്നുണ്ട്. ആദി ചുറ്റും നോക്കുന്നു. അവന് എന്താണെന്ന് അറിയില്ല, വല്ലാത്തൊരു സന്തോഷം തോന്നുന്നു. എല്ലാവരും വളരെയധികം ഹാപ്പി ആയിരിക്കുന്നു. അത് കണ്ടപ്പോൾ അവനും വല്ലാത്ത സന്തോഷം തോന്നുന്നു. അവിടെ ഒരു ഭാഗത്ത് ഇവിടെ വന്നിരിക്കുന്ന 30 പേരുടെയും പേരുകൾ എഴുതി ഒരു ബോർഡ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അവിടെ ആ പേരിന് താരെ അവരെല്ലാവരും കൈപതിപ്പിക്കണം. പക്ഷേ അവരെല്ലാവരും കൈപതിപ്പിച്ചെങ്കിലും നിനാദിന്റെ കോളം മാത്രം ഒഴിഞ്ഞു കിടക്കുകയാണ്. അവൻ ഇതുവരെ വന്നിട്ടില്ല. ഈ സമയം സുപ്രിയയുടെ ഓഫീസിൽ ഇരിക്കുകയായിരുന്ന വേദാന്ത് പതിയെ അവിടെ നിന്നും എഴുന്നേൽക്കുന്നു. സുപ്രിയ ഇതുവരെ കോൾ കഴിഞ്ഞ് തിരിച്ചു വന്നിട്ടില്ല. അവിടെ താഴെ പണ്ടത്തെ പോലെ എല്ലാവരും ഫോട്ടോ എടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. എല്ലാവരും അവരവരുടെ സ്ഥാനങ്ങളിൽ നിൽക്കാൻ നിർദ്ദേശം വരുന്നുണ്ട്. ഈ സമയം പരിചയം പുതുക്കിയ ഒരാൾ ആദിയോട് നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് നിനാദ് എവിടെയെന്ന് ചോദിക്കുന്നു. അന്ന് അവസാന ദിവസത്തെ പ്രശ്നങ്ങൾക്ക് ശേഷം നിങ്ങളുടെ പിണക്കമൊക്കെ മാറിയോ എന്ന് അവൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നിനാദും തമ്മിൽ എന്തോ പ്രശ്നമുണ്ടായിട്ടുണ്ടായിരുന്നു. അവർ അവിടെ സംസാരിച്ചു നിൽക്കുന്നത് മുകളിലത്തെ ജനാലയിൽ നിന്ന് വേദാന്ത് നോക്കുന്നുണ്ടായിരുന്നു. അവരെല്ലാവരും ഫോട്ടോ എടുക്കാൻ റെഡിയായി. പണ്ടത്തെ പോലെ തന്നെ ആദിയും ദേവും ഫ്രണ്ടിലെ റോയിൽ തന്നെയാണ് നിൽക്കുന്നത്. ആദി ആരെയോ തിരയുന്നുണ്ട്. അത് നിനാദിനെ തന്നെയാണ്. അവന് വല്ലാത്തൊരു അസ്വസ്ഥത തോന്നുന്നുണ്ട്. ഫോട്ടോ എടുക്കാനുള്ള നിർദ്ദേശം പ്രിൻസിപ്പൽ കൊടുക്കുന്നുണ്ട്. ഈ സമയം ആദിയുടെ ചെവിയിൽ പണ്ട് നിനാദ് പറഞ്ഞ കാര്യം അവൻ ഓർക്കുന്നു. ഞാനില്ലാതെ നീ ഫോട്ടോ എടുക്കാൻ സമ്മതിക്കില്ല എന്ന് എനിക്കറിയാമെന്ന്. ഫോട്ടോയ്ക്കായി ക്യാമറ ക്ലിക്ക് ചെയ്യാൻ പോയതും വേദാന്ത് മുകളിലേക്ക് ഒന്ന് നോക്കുന്നു. പെട്ടെന്നാണ് സംഭവിച്ചത്. അവിടെ കെട്ടിടത്തിന് മുകളിൽ സ്ഥാപിച്ചിരുന്ന സ്കൂളിന്റെ എംപ്ലേ പൊട്ടി താഴെ വീഴുന്നു. അതിന് കൂടുതൽ അഗ്രഭാഗമാണ് ഉണ്ടായിരുന്നത്. അത് അവരുടെ തൊട്ടു മുമ്പിലാണ് കുത്തി വീണത്. അതവിടെ കുത്തിത്തറച്ചു നിൽക്കുന്നു. ഇത് കണ്ടതും എല്ലാവരും പേടിച്ചു മാറുന്നു. എന്താണ് സംഭവിച്ചിരിക്കുന്നത്? അവർക്ക് ആ ഫോട്ടോ എടുക്കാൻ സാധിച്ചില്ല. എല്ലാവരും അകത്തേക്ക് പോകാൻ അവിടെയുള്ളവർ നിർദ്ദേശം കൊടുക്കുന്നു. ആദി ഇതെന്താണ് സംഭവിച്ചെന്നറിയാതെ കുറച്ച് മാറി നിൽക്കുന്നു. പെട്ടെന്നാണ് അവനെ ആരും വിളിക്കുന്നതായി അവന് തോന്നുന്നത്. അത് കേട്ടതും അവൻ ഞെട്ടിത്തിരിഞ്ഞ് പുറകോട്ട് നോക്കുന്നു. അപ്പോഴാണ് അവൻ വേദാന്തിനെ കാണുന്നത്. വേദാന്ത് അവനെ തന്നെ നോക്കി നിൽക്കുകയാണ്. അവന്റെ മുഖത്ത് വല്ലാത്തൊരു ഭാവം. അവന്റെ കയ്യിൽ ആ കളിപ്പാട്ടം ഉണ്ടായി. ആദ്യം നോക്കിക്കൊണ്ട് അവൻ ആ കളിപ്പാട്ടത്തിന്റെ കഴുത്ത് ഒടിച്ചു കളയുന്നു. അവന്റെ മുഖത്ത് വല്ലാത്തൊരു ചിരി വരുന്നുണ്ട്. അവന്റെ ആ നോട്ടം കണ്ട് ആദിക്ക് എന്തോ പോലെ ആകുന്നു. പെട്ടെന്നാണ് ആർക്കൈവ് റൂമിലോട്ട് നമ്മളെ കൊണ്ടുപോകുന്നത്. അവിടെ ആ മേശപ്പുറത്തിരിക്കുന്ന 2007 ബാച്ചിന്റെ ആ വാർഷിക പുസ്തകം തനിയെ തുറക്കുന്നു. അതിൽ അവരുടെ ആ ഗ്രൂപ്പ് ഫോട്ടോയുള്ള പേജ് തുറക്കുന്നു. അതിൽ ആരുടെ മുഖം കുത്തി വരച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ മഷി പതിയെ മാഞ്ഞു തുടങ്ങുന്നു. അത് നിനാദായിരുന്നു. നിനാദിന്റെ മുഖമായിരുന്നു കുത്തി വരച്ച് മറിച്ചിരുന്നത്. ഈ ഒരു സീൻ കാണിച്ചുകൊണ്ട് അതുവരെയുടെ ആദ്യത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.